ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 4-ാമത്തെ ശ്ലോകമാണ്. ഇതിൽ ദേവിയുടെ 13-ാമത്തെയും 14-ാമത്തെ നാമമാണ് വിശദീകരിക്കുന്നത്. ചെമ്പകാശോക പുന്നാഗ സൗകന്തി കലസത്കജ കുരുവിന്ദമണിശ്രേണി കനത് കോടീരമണ്ഡിത. അപ്പോൾ ഇവിടെ ദേവിയുടെ ആ കൂന്തലിൽ വെച്ചിട്ടുള്ള ആ പുഷ്പങ്ങളുടെ പേരാണ് ചെമ്പക, പുന്നാഗ, സൗഗന്ധിക. അപ്പോ ദേവി ആ പൂക്കൾ കൊണ്ട് തലമുടിയെ അലങ്കരിച്ചിരിക്കുന്നു. അതിനാലാണ് ദേവിക്ക് ചെമ്പകാശോക പുന്നാഗ സൗഗന്ധിക ലസത് കജ എന്ന് നാമം. അടുത്ത നാമം കുരുവിന്ദ മണിശ്രേണി കനത് കോടീരമണ്ഡിത. ഇപ്പൊ നമ്മൾ കൂന്തലിന്റെ കാര്യം കണ്ടു. അപ്പോ ദേവിയുടെ തലയിൽ വേറെ എന്തുണ്ട്? കിരീടമുണ്ട്. ആ കുരുവിന്ദ മണി, മണി എന്നാൽ രത്നം എന്നർത്ഥം. അപ്പോൾ കുരുവിന്ദ മണി എന്നാൽ ഏറ്റവും വിലപിടിപ്പുള്ള രത്നം. അതായത് ഒരു പത്മരാഗ രത്നം എങ്ങനെയാണോ വിലപിടിപ്പുള്ളത്, അത് കിട്ടാൻ പ്രയാസമായിട്ടുള്ളത്, ദേവിയുടെ കിരീടത്തിൽ മുഴുവനും കുരുവിന്ദ മണി കൊണ്ട് ശ്രേണി, ശ്രേണി എന്നാൽ ഒരു നല്ല നിരയായിട്ട്, കനത് കോടീരമണ്ഡിത അത്രയും പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് അങ്ങനെ അടുക്കി നല്ല രീതിയിൽ കാണാൻ അഴകായി വെച്ചിരിക്കുന്നു. അതിനാലാണ് ദേവിക്ക് കുരുവിന്ദ മണിശ്രേണി കനത് കോടീരമണ്ഡിത എന്ന നാമധേയം. അപ്പോൾ ഇവിടെ നമ്മൾ ദേവിയുടെ 4-ാമത്തെ ശ്ലോകത്തിൽ 13-ാമത്തെയും 14-ാമത്തെ നാമത്തിന്റെ വിവരണമാണ് കണ്ടത്. ചെമ്പകാശോക പുന്നാഗ സൗഗന്ധിക ലസത്കജ കുരുവിന്ദ മണിശ്രേണി കനത് കോടീരമണ്ഡിത. താങ്ക് യു.